നമ്മുടെ സ്കിന്നൊന്ന് എവറെഡി ആക്കാൻ നമുക്ക് ഏത് രീതിയിൽ സ്കിൻ കെയർ ഒന്ന് മാറ്റാം. നോർമൽ നിങ്ങളുടെ സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുമ്പോൾ ഫേസ് പാക്ക്, ഫേസ് മസാജ്, അതുപോലെ തന്നെ ഒത്തിരി വെള്ളം, ഇത് ഇത്രയാണല്ലോ. ഇത് മാത്രം പോരാ, പുറത്തുള്ള സ്കിൻ കെയറിനൊപ്പം തന്നെ അകത്തുള്ള ഹെൽത്തി ഐറ്റംസും കൂടെ വേണം. എന്നാൽ മാത്രമേ സ്കിന്നിനൊരു ചേഞ്ച് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യം, നോർമലി രാവിലെ ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് ചിയ ഡ്രിങ്ക്, ഫൈബർ അടങ്ങിയ സാധനം നമ്മുടെ സ്കിന്നിനും ഹെൽത്തിനും നല്ലതാണ്. ഒരു ഗ്ലാസ് നമുക്ക് കുടിക്കാം. ചിയ സീഡ് നോർമലി എങ്ങനെ യൂസ് ചെയ്യുന്ന ഏത് രീതി നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഡെയിലി ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. വേറെ പലതരം സീഡ് ഐറ്റംസ് ഉണ്ടെങ്കിലും പംകിൻ സീഡ് മസ്റ്റായിട്ട് കഴിക്കുക. ഒന്നുകിൽ മോർണിംഗ് അല്ലെങ്കിൽ നൈറ്റ്, ഇല്ലെങ്കിൽ ഒരു സ്പൂൺ വരുന്നത് കുറച്ച് രാവിലെയും കുറച്ച് രാത്രിയായിട്ട് ആ ഒരു ടൈം. കാരണം വെറുതെ കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് വരും. ഇല്ലെങ്കിൽ പംകിൻ സീഡ് നിങ്ങൾക്ക് ഡ്രൈ ഒന്ന് വറുത്ത് പൊടിച്ച് വെക്കാം, അതും യൂസ് ചെയ്യാം. പിന്നെ വരുന്നത് മെയിനായിട്ട് വരുന്നത് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ട ക്യാപ്സിക്കം. മെയിനായിട്ട് കൊളാജൻ ബൂസ്റ്റ് ചെയ്യുന്ന തന്നെ ഏറ്റവും മെയിൻ. കൊളാജൻ ബൂസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോഴേ നമ്മുടെ ബോഡിയിൽ ആ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ചെന്നാൽ മാത്രമേ ആ ഒരു ചേഞ്ച് വരും. ഇതെൻ്റെ ടിപ്പല്ലാട്ടോ, ഇതിന് മുന്നേ ഒരു ഡോക്ടർ പറഞ്ഞ് കേട്ട് ഞാനിപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ക്യാപ്സിക്കത്തിൻ്റെ വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി ക്യാപ്സിക്കം ഉണ്ട്. അത് നിങ്ങൾക്ക് സലാഡിലോ അങ്ങനെ എന്തെങ്കിലും ഉൾപ്പെടുത്താൻ പറ്റും. പിന്നെ വരുന്നത് മെയിനായിട്ട് ടൊമാറ്റോ ജ്യൂസോ സൂപ്പോ അല്ലെങ്കിൽ വെറുതെ ടൊമാറ്റോ ഒന്ന് വാഷ് ചെയ്ത് കഴിച്ചാലും മതി. അത് ബെസ്റ്റ് വണ്ണാണ്. നമ്മുടെ സ്കിൻ ആൻറ്റി ഏജിങ്ങിനായാലും സ്കിൻ ഒന്ന് റെജ്യൂനേറ്റ് ആയാലും അതുപോലെ സൺ ഡാമേജിന് എല്ലാം ഈ 3 ഐറ്റംസ് മെയിനായിട്ട് ഒത്തിരി റിസൾട്ട് ഉണ്ട്. ഇതോടൊപ്പം നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട കാര്യം, ഒത്തിരി കോസ്റ്റ്ലി അല്ലാത്തൊരു സാധനമുണ്ട്. ഒരു 3 തുളസിയില എടുക്കുക, നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക. ഡ്രിങ്ക് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ രാവിലത്തെ ഡ്രിങ്ക്, അത് കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്ത തുളസിയില ഒന്ന് ചവച്ച് അതിൻ്റെ നീര് കുടിച്ചിറക്കുന്നത് നമ്മുടെ സ്കിന്നിന് ബെസ്റ്റാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഈ കുറച്ച് കാര്യങ്ങൾ കേട്ടറിവാണ്, പക്ഷേ ഞാൻ ചെയ്യുന്ന റുട്ടീനിലെ കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തത്. വെറുതെ തുളസിയില എന്ന് പറയുമ്പോൾ ഒത്തിരി ഗുണങ്ങളാണ്. നമുക്കറിയാം, ജലദോഷം, പനി, അങ്ങനത്തെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് തുളസിയില യൂസ് ചെയ്യാൻ പറ്റും. ഒത്തിരി കാശിലവില്ലാത്ത കാര്യമല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് നിങ്ങളുടെ ഡെയിലി റുട്ടീനിൽ ഉൾപ്പെടുത്തി നോക്കിയാൽ ഒത്തിരി ചേഞ്ചസ് ഉണ്ടാകും. അതോടൊപ്പം സ്കിൻ കെയറും കൂടെ നന്നായിട്ട് നോക്കിയാൽ ഹെൽത്ത് നോക്കിയാൽ സ്കിന്ന് നന്നാവും. ആൻറ്റി ഏജിങ് ആണ്, സ്കിൻ ഒന്ന് റെജ്യൂനേറ്റ് ചെയ്യാനും പാക്കുകളൊക്കെ അല്ലെങ്കിൽ എന്താ പറയുക കോസ്മെറ്റിക് പ്രോഡക്റ്റ്സ് ഒന്ന് കുറച്ച് എവറിഡേ സ്കിന്നാക്കാൻ ബെസ്റ്റ് ടിപ്പ് ഇത് 3 ആണ്. ട്രൈ ചെയ്ത് നോക്കി.